ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട് ഇവിടെ ഫോർട്ട് കൊച്ചിയിലായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ വേണം, നമ്മൾ റൂമിൽ നിന്ന് പോകുന്ന മുതൽ കഫേയിൽ പോയി ഫുഡെല്ലാം കഴിക്കുന്നവരുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നു. ഇത് നല്ല രസകരമായ ഒരു യാത്രയാണ്. വൈകുന്നേരം നമ്മുടെ ഹാർബർ ബ്രിഡ്ജിലൂടെയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലുള്ള പ്ലാൻ ബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർബർ ബ്രിഡ്ജ് ഈ വൈകുന്നേരം ഈ സന്ധ്യാസമയത്ത് ആ ഒരു ലൈറ്റിലൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് ഇതുവഴി യാത്ര ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ചരിത്രം ഇറങ്ങിക്കിടക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എല്ലാം നമ്മുടെ ഈ ഹാർബർ ബ്രിഡ്ജിനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ ഈ കാണുന്ന പ്ലാൻ ബിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു പാർക്കെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ആദ്യം നമ്മുടെ പ്ലാൻ ബിയിലേക്ക് പോകുന്നില്ല. ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നമുക്ക് പ്ലാൻ ബിയിലേക്ക് പോകാം. ഫോർട്ട് കൊച്ചിയിലെ പ്രിൻസസ് സ്ട്രീറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെല് ചെയ്യുന്ന ഷോപ്പ്, അതുപോലെ കേരള സ്റ്റൈലിലെ സുവനീറുകൾ, നമ്മളെ ടൂറിസ്റ്റുകൾക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ്, പിന്നെ അത്തറും അതുപോലെ തന്നെ പെർഫ്യൂംസും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന നിരവധി ഷോപ്പുകളിലൂടെ ഓരോന്നായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന വെളുത്ത കെട്ടിടം കണ്ടോ, ഇത് പോർച്ചുഗീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. അതുപോലെ പോർച്ചുഗീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ആ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ ഉള്ള കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള നിരവധി കെട്ടിടങ്ങൾ, അന്ന് പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ ഇപ്പോഴും നിരവധി ഇവിടെ ഉണ്ട്. പലതും ഈ ഹെറിറ്റേജ് ഹോട്ടലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജൂയിഷ് ഫാമിലിയൊക്കെ താമസിച്ചിരുന്ന വലിയ വലിയ വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഫോർട്ട് കൊച്ചിയുടെ തെരുവിലൂടെ രാത്രി ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇന്ന് നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ ഹ്യൂമിഡിറ്റി ഇല്ല. അടിപൊളി ഒരു വൈബാണ് കേട്ടോ. ഇവിടെ രാത്രി ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ കടകളെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. എൻ്റെ പിറകിലായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഈ ഏരിയയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ ഏകദേശം 25,000 അവർ സീസൺ ടൈമിന് ചാർജ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പാർക്കെല്ലാം അടുത്തുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരികയും ഇവിടെ ഒരു ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറിയ ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ, ഫോറിൻ ടൂറിസ്റ്റുകളും ഇന്ത്യയുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരെല്ലാം വരുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലൂടെ കുറേ നേരം എല്ലാം ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ പ്ലാൻ ബി പ്രവർത്തിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വന്നു. ഇത് ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു റെട്രോ വൈബൊക്കെയാണ് കിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഈ പാശ്ചാത്യ സംഗീതം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ ബിൽഡിങ്ങിനെ പറ്റി എടുത്തു പറയണം, 1808 സാമുലസ് കോഡർ എന്ന ഒരു ജൂയിഷ് ഫാമിലിപ്പെട്ട ഫേമസ് ആയിട്ടൊരു ബിസിനസ്മാനാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത്. ഇത് ഒരു ഇൻഡോ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ആണ്. ഇതിലെ ഗോവണിയെല്ലാം തന്നെ തേക്കിൽ തീർത്തതും ഇതിലെ വിൻഡോയിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിൻ്റെ വാളിൽ ചിക്കൻ വിങ്സിൻ്റെ പെയിൻറ്റിങ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ ലൈറ്റിങ് ശ്രദ്ധിച്ചോ, അരണ്ട വെളിച്ചമാണെങ്കിലും ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. നല്ലൊരു മൂഡാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ രീതിക്ക് ഈ ഒരു ലൈറ്റിങ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നല്ല ചിൽഡ് ആയിട്ടുള്ള ബിയർ കിട്ടുന്നൊരു സ്ഥലമാണിത്. അതിൻ്റെ ഒരു കൗണ്ടറെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ബിയർ കഴിക്കാൻ വേണ്ടിയും ഇവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയും മാത്രം വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങളും ബെഡ്വൈസറിൻ്റെ ഒരു ബിയറെല്ലാം ഓർഡർ ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് ഈ ആംബിയൻസ് ഇരുന്ന് ഇവിടുത്തെ മെനു എല്ലാം നോക്കി കുറേ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പ്ലാൻ ബി കഫേ എന്നാണ്. ആക്ച്വലി പ്ലാൻ ബി ഹൗസ് ഓഫ് വിങ്സ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ചിക്കൻ വിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വിങ്സ് പെരിപെരിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ മദർ ക്ലക്കർ എന്ന് പറഞ്ഞൊരു ചിക്കൻ ബർഗർ, അതും ഇവിടെ നല്ല ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നൊരു സംഭവം ഇവിടുന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫ്രൈസ് എല്ലാം വരുന്ന ഒരു കോംബോ വരുന്ന ഒരു സംഭവമാണ്.
ഇവിടുത്തെ ചിക്കൻ വിങ്സ് കേട്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പെരി പെരി മസാലേൻ്റെ മുകളിൽ ഇങ്ങനെ വെതറിയിരിക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. ആ മസാലയ്ക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. നല്ല എരിവാണ്, പക്ഷേ ആ എരിവ് ആ ജ്യൂസി ചിക്കനായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ എരിവ് ഫീൽ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് നല്ല പഞ്ചിങ് എരിവാണൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ നല്ല ഇത്തിരി സാൾട്ടി ആയിട്ടുള്ള, പക്ഷേ നല്ല പഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇവിടെ ചിക്കൻ വിങ്സ് 12 പീസും അതുപോലെ 6 പീസുമുള്ള പോർഷൻസാണ് വരുന്നത്. നമ്മൾ 6 പീസുള്ള പോർഷൻസാണ് കഴിച്ചത്. ബർഗറാണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്, അത് കഴിച്ച് കംപ്ലീറ്റ് ആകത്തില്ല. ഒന്നും വാങ്ങിയത് നമ്മുടെ മദർ ക്ലക്കർ ബർഗറാണ്. ഇത് നമ്മുടെ സിംഗർ ബർഗർ മക്ഡൊണാൾഡ്സിൻ്റെ കഴിക്കില്ല, അതുപോലെ ഉള്ള ചിക്കനാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചീസും നമ്മുടെ ലെറ്റീസും ടൊമാറ്റോസും പിന്നെ നല്ലൊരു സോസൊക്കെ ആണെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ വിങ്സ് കഴിച്ചപ്പോഴത്തേക്ക് അതിൽ സ്പെഷ്യൽ ഫ്ലേവർ, ആ പെരി പെരി ഫ്ലേവർ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഈ ഒരു ഇതിൽ നമ്മുടെ മദർ ക്ലക്കറിൽ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആ ബർഗറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോസും എല്ലായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു മിക്സഡ് ഫ്ലേവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്രഷാണ് കേട്ടോ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷാണ്. നല്ല ഹെവിയാണ് കേട്ടോ. എൻ്റെ കൈ നിറയെ നിൽക്കുകയാണ്. ഇത് ഒരാൾക്ക് കഴിച്ച് തീർക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, അത്രയും വലുപ്പത്തിലുള്ളതാണ്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ മിക്സ് എല്ലാം കഴിക്കുന്നുണ്ട്. ശരിക്കും ഇന്നത്തെ ദിവസം ഹെവി ഫുഡാണ്. ബർഗറിൻ്റെ കൂടെ നമ്മുടെ ഫ്രൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫ്രൈസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഫ്രൈസും ബർഗറെല്ലാമായിട്ട് എൻ്റെ ഒരു ചിക്കൻ പീസ് താഴെ പോയി. കുഴപ്പമില്ല, ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. അപ്പോൾ ഫ്രൈസ് എല്ലാമായിട്ട് വരുന്ന ഈ ഒരു മദർ ക്ലക്കർ ബർഗറും അടിപൊളി തന്നെ കേട്ടോ. എല്ലാമായിട്ട് ഇന്ന് ഹെവി ഫുഡ് തന്നെ, അടിപൊളി. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ പ്ലാൻ ബി ഹൗസ് ഓഫ് വിങ്സ് എന്ന് നല്ല ഒന്നാം തരം അടിപൊളി നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ വിങ്സ് കഴിച്ചു, ബർഗർ കഴിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബാണ്. ചെറിയ മ്യൂസിക്കിൽ കയറുന്ന വൈകുന്നേരം എൻജോയ് ചെയ്യാം, ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പ് ഇവിടെ വന്ന് ഈ ചിക്കൻ വിങ്സ് മിനിമം ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷെയർ ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാൻ ഷാബിൻ ചില്ലിൽ കാണാൻ. സൈനിങ് ഓഫ്.